വേനലിന്റെ കാഠിന്യം ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ. യുഎഇയിൽ ഇനി വരും ദിവസങ്ങളിലും, അതായത് ഈ മാസം 24 വരെയെങ്കിലും ഇത്തരത്തിൽ കഠിനമായ ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നലെയും യുഎഇയിൽ വൻ ചൂടായിരുന്നു അനുഭവപ്പെട്ടത്. അതോടൊപ്പം തന്നെ പൊടിക്കാറ്റും പലയിടങ്ങളിലും വ്യാപകമായിരുന്നു. ഇന്നു മുതൽ പകൽ സമയത്ത് താപനില 42 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെയും, അതോടൊപ്പം തന്നെ രാത്രിയിൽ കുറഞ്ഞ താപനില 33 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും തുടരും എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അബുദാബിയിൽ പരമാവധി താപനില 46 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നും പൊടിക്കാറ്റിന് സാധ്യതയുണ്ട്. അതിനാൽ വാഹനം ഓടിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് NCM അറിയിച്ചിട്ടുണ്ട്. കനത്ത ചൂട് കണക്കിലെടുത്ത് ജലാംശം നിലനിർത്തുക, ഉച്ച സമയങ്ങളിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുക, വീടിനുള്ളിൽ തന്നെ തുടരുക, ഈ രീതിയിൽ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പൊടി അലർജിയുള്ള ആളുകൾ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും അധികൃതർ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിനിടെ വേനലവധി അവസാനിക്കാറായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഗൾഫ് നാടുകളിലേക്ക് പ്രവാസി മലയാളികളുടെ നാട്ടിൽ നിന്നുള്ള ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞു. കുടുംബങ്ങളെല്ലാം തന്നെ അവധിക്കായി നാട്ടിൽ പോയതായിരുന്നു. ഇവർ തിരിച്ചെത്തി തുടങ്ങിയതോടുകൂടി വിമാനത്താവളങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങുന്നുണ്ട്. ഓരോ ദിവസവും ശരാശരി 2.8 ലക്ഷം യാത്രക്കാരെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 25 വരെ മാത്രം വിമാനത്താവളത്തിൽ 36 ലക്ഷം യാത്രക്കാരെത്തുമെന്നാണ് ദുബായ് വിമാനത്താവള അധികൃതർ പ്രസ്താവനയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരക്ക് കണക്കിലെടുത്ത് എയർലൈനുകൾ വൻ തുകയാണ് ഈടാക്കുന്നതെന്ന് മറ്റൊരു കാര്യമാണ്. ഇരട്ടിയിലധികമാണ് ടിക്കറ്റിന് ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് ഈ വിമാന കമ്പനികൾ ഈടാക്കുന്നത്. അതോടൊപ്പം വേനലിലും ഗാസയിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല. അതിനിടെ സംഘർഷത്തിൽ ഈ ദുരിതം അനുഭവിക്കുന്ന ഈ ജനങ്ങൾക്കുള്ള സഹായം വിവിധ ഗൾഫ് രാജ്യങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ബേർഡ്സ് ഓഫ് ഗുഡ്നസ് എന്ന പേരിൽ ജോർദാനുമായി സഹകരിച്ചുകൊണ്ട് യുഎഇയുടെ 72ാമത് സഹായ വിമാനം യുഎഇയിൽ ഗാസയിൽ എത്തിയിട്ടുണ്ട് എന്ന് യുഎഇ ദേശീയ വാർത്താ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ജർമ്മനി, ഇറ്റലി, ബെൽജിയം, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും യുഎഇയോടൊപ്പം ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാവുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ, അതോടൊപ്പം തന്നെ തുണി, മരുന്ന് തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള സഹായ വിമാനമാണ് എത്തിച്ചിരിക്കുന്നത്. ഇതോടെ സഹായ വിമാനങ്ങളിലൂടെ മൊത്തം 3972 ടൺ സാധനങ്ങൾ യുഎഇ ഗാസയിലേക്ക് അയച്ചു എന്നാണ് അറിയിച്ചിരിക്കുന്നത്.